ആക്സിഡന്റലി ഒരു കുട്ടി അതെടുത്ത് കഴിച്ചു പോയാൽ നമ്മൾ ഒരിക്കലും വായിലൊക്കെ കൈയിട്ടിട്ട് ഛർദ്ദിക്കാനൊന്നും ശ്രമിക്കരുത്. ഈ ചില കുട്ടികൾ മണ്ണെണ്ണ, പെയിന്റ് തിന്നർ പോലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് ആക്സിഡന്റലി കുടിക്കാറുണ്ട്. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഈ മണ്ണെണ്ണയുടെയും പെയിന്റ് തിന്നറിന്റെയും ഒക്കെ ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ അത് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ്സ്. അതിന്റെ സർഫസ് ടെൻഷൻ ഭയങ്കര കുറവാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അത് വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വൊമിറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് പെട്ടെന്ന് തന്നെ ശ്വാസകോശത്തിലേക്കൊക്കെ ആസ്പിറേറ്റ് ആയിട്ട് ന്യൂമോണിയ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആക്സിഡന്റലി ഒരു കുട്ടി അതെടുത്ത് കഴിച്ചു പോയാൽ നമ്മൾ ഒരിക്കലും വായിലൊക്കെ കൈയിട്ടിട്ട് ഛർദ്ദിക്കാനൊന്നും ശ്രമിക്കരുത്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഡ്രസ്സിലൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നെ മുഖത്ത് കണ്ണിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാ വെള്ളം ഉപയോഗിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ അവിടുന്ന് നോക്കിക്കോളും ബാക്കി കാര്യം. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഈ ആക്സിഡൻ്റലായിട്ട് ഈ മണ്ണെണ്ണ, പെയിന്റ് തിന്നർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുടിക്കുന്ന കുട്ടികൾ അതിൻ്റെ ഒരു കോമൺ കാരണമായിട്ട് കണ്ടത് ഈ ആൾക്കാർ ഇത് എപ്പോഴും സൂക്ഷിക്കുന്നത് പഴയ പെപ്സിയുടെ അല്ലെങ്കിൽ കൊക്കക്കോളയുടെ ഒക്കെ കുപ്പിയിലോ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾ ഇത് അറിയാതെ ഇത് എന്തെങ്കിലും ജ്യൂസോ ഡ്രിങ്ക്സോ ഒക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുട്ടികൾക്ക് കിട്ടാത്തൊരു സ്ഥലത്ത് അതിനായിട്ടുള്ള ഒരു പ്രത്യേകം വല്ല പാത്രങ്ങളിലും ആക്കി വെക്കണം. അതൊന്ന് വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.